എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് മീററ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ ട്രെയിനിലുള്ള നമുക്ക് 2.5 ദിവസം വേണം. അപ്പോൾ ആ ദിവസത്തെ കാഴ്ചകളാണ്. പോകുന്ന വഴിക്ക് ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ. ഇത് നമ്മളുടെ കൊല്ലത്തു നിന്നാണ് നമ്മൾ കയറിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് മഴയായിരുന്നു. ഇപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായി കാണും. 27-ാം തീയതി ആയപ്പോൾ നമ്മൾ മീററ്റിലെത്തി. 25-ന് കയറി. 27-ാം തീയതി 6 മണിയൊക്കെ ആയപ്പോഴത്തേനും വന്നു. പക്ഷേ വീഡിയോ ഇടാൻ ലേറ്റായത് എല്ലാവർക്കും പനിയും പ്രശ്നങ്ങളും പിന്നെ ഇവിടെ വന്നിട്ട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാരണമാണ്. അത് ഈ കണ്ടൽക്കാടൊക്കെ കണ്ടോ, മൺട്രോത്തുരുത്തിൻ്റെ സെയിം ഒരു എഫക്റ്റ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ടിട്ടാണ് വീഡിയോ ഒക്കെ ഒരുപാട് ലേറ്റായത്. ഇപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നുള്ളൊരു ടൈം കിട്ടുന്നില്ല. അങ്ങനെ അല്ലിക്കുഞ്ഞിനും പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ മെഡിസിനൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. ഇടയ്ക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. കയറി നമ്മളൊരു വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ചായയും സ്നാക്സും ഒക്കെ കിട്ടി. ഫുഡൊക്കെ ഇതിനകത്ത് തന്നെയാണ്. കമ്പാരബിളി കഴിഞ്ഞ തവണത്തേക്കാളും ബെറ്ററാണ് ഫുഡ്. അതുപോലെ ക്ലീനിങ്ങും ഇച്ചിരിയും കൂടെ ഒക്കെ ഭേദമായി. അറിയാലോ, ട്രെയിനിലുള്ള യാത്ര അത്ര ഇതല്ല. പക്ഷേ ഫുള്ളും മലയാളികളായിരുന്നു. ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഓണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിറയെ മലയാളികളുണ്ടായിരുന്നു. അതുകൊണ്ട് അത്ര ബോറടിയൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒക്കെ ആയിട്ട് കാര്യമൊക്കെ പറഞ്ഞ് കുട്ടികളും കളിയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു. അത് പിറ്റത്തെ ദിവസം രാവിലെയാണ്. എവിടെയാണ്, ബാലിയോ അവിടെ തോന്നുന്നു. വെളിയിൽ നോക്കുമ്പോൾ അവിടെയും മഴയും നമ്മുടെ കേരളത്തിൻ്റെ സെയിം ഒരു ഇതൊക്കെയാണ് കാണുന്നത്. ഒരു രാജസ്ഥാൻ UP ഒക്കെ എത്തുമ്പോഴത്തേക്കിനുമാണ് അന്തരീക്ഷമൊക്കെ മാറി വേറൊരു രീതിയിലൊക്കെ ആകുന്നത്. സ്ഥലവേ അപ്പം നോക്കുമ്പോൾ മൊത്തം പച്ചപ്പും ഹരിതാവയൊക്കെയല്ലേ കാണുന്നത്. അങ്ങനെ രാവിലെ എണീച്ചൊരു കോഫി കുടിച്ചു. കോഫിയൊക്കെ കുടിച്ച് റെഡിയൊക്കെ ആയി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അതിനകത്തിരുന്ന് അങ്ങോട്ട് പ്രകൃതി അങ്ങോട്ട് ആസ്വദിക്കുക, അത് തന്നെയായിരുന്നു പരിപാടി. ഈ ഫോണിനകത്ത് 24 മണിക്കൂറും കുത്തുന്നതിനേക്കാളും കുറച്ചൊക്കെ നമ്മൾ വെളിയിലൊക്കെ കാണണമല്ലോ. അങ്ങനെ ഗോവ എത്തിയപ്പോൾ നമ്മൾ ഒന്ന് വെളിയിലിറങ്ങി. ഇവിടെ കുറച്ച് നേരം നിർത്തിയിടും. അപ്പോൾ ആ ടൈമിൽ ഇവിടെ എല്ലാം ഒന്ന് വെളിയിലിറങ്ങി ഒന്ന് റിലാക്സായി. അപ്പോൾ ഒരാൾ അപ്പുറം ഈ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഈ ഗോവയുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പോൾ ഒരാൾ വായി നോക്കി അങ്ങോട്ട് ഇരിപ്പുണ്ട്. എനിക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഒരെണ്ണം വാങ്ങി. ഇത് നമ്മുടെ ഓപ്പോസിറ്റൂടെ ഒരു ട്രെയിൻ പോയതാണ് കേട്ടോ. ഇതാണ് ഗോവ സ്പെഷ്യൽ ചോക്ലേറ്റ്. ഈ ഇരിക്കുന്ന സാധനമാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ വേറെയും കുറേ ഉണ്ടായിരുന്നു. ഗോവ സ്പെഷ്യൽ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പ്രത്യേകിച്ച് എന്തോ ഒരു എഫക്റ്റും തോന്നിയില്ല. ടേസ്റ്റ് ഉണ്ട്. നോർമൽ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് നേരം നിർത്തിയിട്ടിൽ കഴിഞ്ഞ് നമ്മൾ ട്രെയിനിനുള്ളിൽ കയറി. അൺബോക്സിങ് ആണ്, മുട്ടായി അൺബോക്സിങ്. അങ്ങനെ ചോക്ലേറ്റ് കിട്ടുന്ന കണ്ടത് ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണ്. വെളിയിൽ ഡാർക്ക് ചോക്ലേറ്റും ഉള്ളിൽ കുറച്ചൊരു വൈറ്റ് ചോക്ലേറ്റും അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇരുന്ന് കാഴ്ചകൾ കണ്ടു. വെയിലും ഇടയ്ക്കൊരു മങ്ങിയ കാലാവസ്ഥയും ഒക്കെ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് സ്ഥലങ്ങൾ. ഇടയ്ക്കൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല ചന്തമൊക്കെയുള്ള സ്ഥലം വന്നപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നേ. അപ്പോൾ അങ്ങനെ കണ്ടു. മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, മെഡിസിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ചപ്പാത്തി, റൈസും പിന്നെ വെജ് നോൺ വെജ്, ചിക്കനാണ് നോൺ വെജിന്, വെജിന് പനീറോ അങ്ങനെയൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് സാൻഡ്വിച്ചാണ് കിട്ടുന്നത്. നമ്മൾ വെജാണ് പറഞ്ഞത്, അതുകൊണ്ട് കട്ട്ലറ്റും പിന്നെ 2 കഷ്ണം ബ്രെഡ്, ഇത് സോസ്, ബട്ടർ, ചായ, ജ്യൂസ്, ഇതൊക്കെ തന്നെയായിരുന്നു. 2 ദിവസവും അത് തന്നെയാണ്. 2 രാത്രിയും. പിറ്റത്തെ ദിവസം ഒരു ഉച്ചയാകുമ്പോഴാണ് നമ്മൾ ഡൽഹി എത്തിയത്. അവിടെ നിന്ന് പിന്നെ ടാക്സിക്കായിരുന്നു പോകുന്നത്. അത് അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. എല്ലാം കൂടി ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ ഉള്ള സാഹചര്യമില്ലാത്ത കൊണ്ടാണ്. അങ്ങനെ അടുത്ത ഇടവും എത്തി. ഇടയ്ക്ക് എവിടേക്കോ ഇങ്ങനെ നിർത്തിയിടുന്നുണ്ട്. കൂടുതൽ സമയം നിർത്തിയിട്ടത് ഗോവയായിരുന്നു. കണ്ടോ, നമ്മുടെ കേരളമല്ലേ, സെയിം എഫക്റ്റ്. ഇത് കേരളമൊന്നുമല്ല, ഇത് വേറെ ഏതോ നാടാണ്, എവിടെയോ ആണ്. ഗോവ കഴിഞ്ഞാൽ തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഉറക്കമൊക്കെയാണ്. ഇതിനിടയ്ക്ക് ഇവിടെ പിന്നെ നമ്മൾ കുഞ്ഞു കളിക്കുന്നുണ്ട്. അച്ഛനും മോളും കൂടെ ഇവിടെ സ്നേഹപ്രകടനങ്ങൾ, കുഞ്ഞുകളികൾ ഇതൊക്കെ നടക്കുന്നു. കുറേ പേരിരുന്ന് മൊബൈൽ തോണ്ടുന്നു. ഭൂരിഭാഗം പേരും മൊബൈലിനകത്താണ്. ഇത് പിന്നെ സ്നാക്സ് അതിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ കഴിച്ചതാണ്. രാത്രി സെയിം ചോറ്, ചപ്പാത്തി സാധനം, പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് കാണും. ഐസ്ക്രീമോ ഗുലാബ് ജാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ വലിയ ടേസ്റ്റ് ഒന്നും പറയാനൊക്കത്തില്ല. എങ്കിൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ തവണത്തേക്കാൾ ബെറ്റർ, അത്രയേ ഉള്ളൂ. അതൊക്കെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നു. ഞാൻ അധികം മൊബൈൽ യൂസ് ചെയ്തില്ല.
പൊതുവിലെ യാത്ര ചെയ്യുമ്പം ഞാൻ മൊബൈൽ നോക്കാറില്ല ഒരുപാട്. എനിക്ക് തലവേദന എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ, ബാക്കിയായിട്ട് പിന്നെ കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.